നമുക്ക് ആരെയും ഏത് റേഞ്ച് വേണമെങ്കിലും എത്ര വലിയ കുറ്റം വേണമെങ്കിലും പറഞ്ഞ് പുച്ഛിച്ച് പരിഹസിച്ച് തള്ളിവിടാൻ പറ്റും. അഡ്രിയാൻ ലൂണ ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ ആരാധകരുടെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലെ കണക്കുകൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അറ്റ്ലീസ്റ്റ് വിജയം ഡിസേർവ് ചെയ്തിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഒന്നടങ്കം വിജയം അർഹിച്ചിരുന്നു എന്ന് പറയുന്നില്ലെങ്കിലും അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യൻ തന്റെ കഴിവിന്റെ പരമാവധി പുറത്തെടുത്തിരുന്നു. എല്ലാവരും തലയിൽ എടുത്തുകൊണ്ട് വെച്ചിരുന്ന നോവാസുദയുടെ ഹീറ്റ് മാപ്പും അഡ്രിയാൻ ലൂണയുടെ ഹീറ്റ് മാപ്പും തമ്മിൽ എടുത്ത് വെച്ച് താരതമ്യം ചെയ്ത് നോക്കിയാൽ അറിയാം എത്രമാത്രം ഇന്നലെ അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. നോയയുടെ 1-2 ഗോൾ കണ്ടപ്പോഴത്തേക്കും മതിമറന്ന് നോയെ തലയിൽ വെച്ചവരെ പലരും ലൂണയെ തള്ളി പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ പ്ലേ മേക്കിംഗ് എബിലിറ്റിക്കും ക്രിയേറ്റിവിറ്റിക്കും ഒന്നും വട്ടം വെക്കാൻ ഒരുത്തനും ഇതുവരെയും ഈ ഒരു നീല കുപ്പായത്തിൽ അല്ല മഞ്ഞ കുപ്പായത്തിൽ പറഞ്ഞിട്ടില്ല. ഇനിയോട്ട് ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലത്തെ മത്സരത്തിലും അഡ്രിയാൻ ലൂണ ഒറ്റയാൾ പോരാളിയെ പോലെ തന്റെ ടീമിന്റെ മുഴുവൻ ഭാരവും എടുത്ത് ചുമലിൽ വെച്ച് കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ എത്രമാത്രം കൂടാനാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണ എടുത്ത എഫേർട്ട് ആ മനുഷ്യൻ നിങ്ങളൊന്ന് ആലോചിക്കാൻ ലാസ്റ്റ് മാനാണ് അഡ്രിയാൻ ലൂണ. ആ മനുഷ്യൻ പന്തും കൊണ്ട് പെനാൽറ്റി ബോക്സിലേക്ക് വരുമ്പോൾ പിന്നിൽ നിന്നും തള്ളിയിടുന്നു. പിന്നെ ബോക്സിനകത്ത് വെച്ച് ഫൗൾ ചെയ്യുന്നു. ഒരു 2 ക്ലിയർ പെനാൽറ്റി ചാൻസസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും തള്ളിക്കളഞ്ഞത്. അപ്പം റഫറിയുടെ ചതി മൂലമാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് എന്ന് പറയുന്നില്ല. റഫറിയുടെ തീരുമാനം കറക്റ്റ് ആയിരുന്നെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റായി മാറുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് 1 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റെങ്കിലും നേടാൻ കഴിയുമായിരുന്നു. ഈ അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യന്റെ പോരാട്ട വീര്യം ടീമിലെ ഫിലോസഫിക്കും ടാക്ടിക്സിനും എല്ലാം അപ്പുറത്താണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ഡൗൺ ആയാലും അഡ്രിയാൻ ലൂണ അവിടെ വേറിട്ട് നിൽക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ ആത്മസമർപ്പണം കോടികളുടെ ഭ്രമിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന പണക്കിഴികളുമായിട്ട് വളരെ വലിയ ഓഫറുകൾ വന്നിട്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനുള്ള സമർപ്പണമായിട്ടെങ്കിലും നമ്മളൊരു കിരീടം നേടേണ്ടതാണ്. പക്ഷേ നമുക്കിരുന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാണേണ്ടവർ കാണത്തില്ല, കളിക്കേണ്ടവർ കളിക്കത്തില്ല. അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യന്റെ പോരാട്ടം മാത്രം ഇങ്ങനെ എങ്ങും എത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അഡ്രിയാൻ ലൂണയുടെ ഒരു എഫേർട്ട് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഈ മനുഷ്യൻ എന്തിനു വേണ്ടി ഇത്ര എഫേർട്ട് ഇടുന്നു? എല്ലാ കളിയിലും അഡ്രിയാൻ ലൂണയുടെ ഇൻഡിവിജ്വൽ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് പലർക്കും തോന്നുമെങ്കിൽ പോലും ടീമിന് വേണ്ടി ലൂണ മരിച്ച് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം.